കഥകൾ വസ്തുതകളേക്കാൾ 22 മടങ്ങ് കൂടുതൽ നമ്മളുടെ ഓർമ്മയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് കഥകളുടെയും കഥ പറച്ചിലിൻ്റെയും മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. കഥ പറച്ചിൽ ഒരു വിനോദം മാത്രമല്ല, ഇത് ആശയവിനിമയത്തിനും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും സ്വാധീനം ഉയർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ശക്തമായ ഉപകരണമാണ്. മനുഷ്യരാശിയുടെ ഉത്ഭവം മുതൽ തന്നെ പുസ്തകങ്ങളും സിനിമകളും എഴുത്തുഭാഷകളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കഥകൾ ഉണ്ടായിരുന്നു. മനുഷ്യർ തീയുടെ ചുറ്റിലും നക്ഷത്രങ്ങളുടെ അടിയിലും ഒത്തുകൂടി കഥകൾ പറഞ്ഞു കേട്ടിരുന്നു. അത് മനുഷ്യ മനസ്സുകളെ പ്രചോദിപ്പിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കഥകളെയും കഥ പറച്ചിലിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത്. കഥകൾ നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെ സ്വാധീനിക്കുന്നു. വസ്തുതകൾ അഥവാ ഫാക്ട്സ് അറിവ് നൽകുന്നു, പക്ഷേ കഥകൾ നമ്മളെ രൂപപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, പട്ടിണിയെക്കുറിച്ചുള്ള കണക്കുകൾ നമ്മെ ചില വസ്തുതകൾ അറിയിക്കുന്നു. പക്ഷേ ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥ നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. അത് നമ്മളെ പ്രവൃത്തിയിലേക്ക്, ആ കുട്ടിക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമത്തിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. കഥകൾ ഹൃദയത്തോട് സംസാരിക്കുന്നു. ഇനി കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മളൊരു കഥ കേൾക്കുമ്പോൾ തലച്ചോർ വാക്കുകളേക്കാൾ കൂടുതലായി പ്രതികരിക്കുന്നു. വസ്തുതകൾ ഭാഷാ ഘടകങ്ങളെ, നമ്മുടെ തലച്ചോറിലുള്ള ഭാഷാ ഘടകങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ കഥകൾ നമ്മളുടെ സെൻസറി, മോട്ടോർ, ഇമോഷണൽ ഏരിയാസിനെ ഉത്തേജിപ്പിക്കുന്നു. ഇതിന് ഇംഗ്ലീഷിൽ ന്യൂറോ കപ്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഞാനൊരു കഥ പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോർ എൻ്റെ തലച്ചോറിൻ്റെ പ്രതിബിംബമായി മാറുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഥ പറയുന്ന വ്യക്തിയുടെ വികാരങ്ങൾ അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഒരു സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ ചിരിക്കുന്നതും കരയുന്നതും വികാരാധീനരാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇനി ബ്രാൻഡിങ്ങിൽ കഥകളുടെ പങ്കിനെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കുക. അവർ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നില്ല, അവരുടെ കഥയാണ് അവർ വിൽക്കുന്നത്. ഉദാഹരണത്തിന് നൈക്കി, അവരുടെ പരസ്യങ്ങൾ ഷൂസിനെ കുറിച്ചല്ല, അവർ കായിക താരങ്ങളുടെ വെല്ലുവിളികളും അതിജീവനങ്ങളും പറയുന്ന കഥകളാണ് അവതരിപ്പിക്കുന്നത്. അവസാനത്തിൽ ഒരു ടാഗ്ലൈനിലൂടെ അവർ നിർത്തുന്നു, ജസ്റ്റ് ഡു ഇറ്റ്. ഇനി നമ്മളുടെ വ്യക്തിഗതമായ വളർച്ചയ്ക്ക് കഥകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോരുത്തർക്കും സ്വന്തം കഥകളുണ്ട്. നമ്മുടെ അലച്ചിലുകളുടെ, വിജയങ്ങളുടെ, അനുഭവങ്ങളുടെ കഥകൾ. ഇവയാണ് നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പല ഏടുകൾ. അതുകൊണ്ട് നമ്മുടെ കഥകൾ പറയുന്നത് സ്വയം പുകഴ്ത്തൽ അല്ല, മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിൽ നമ്മളെ കാണാനുമുള്ള അവസരം നൽകുകയാണ്. നമ്മളുടെ ഒരു അതിജീവനത്തിൻ്റെ കഥ മറ്റൊരാളെ അതിജീവനത്തിന് പ്രേരിപ്പിക്കും. നമ്മളുടെ ഒരു തോൽവിയുടെ കഥ, അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ മറ്റൊരാൾക്ക് വഴികാട്ടിയായി മാറാം. കഥ പറച്ചിലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്കും നല്ല കഥ പറയുന്നവരായി മാറേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നല്ല കഥ പറയുന്നവരാകുന്നത് ഒരു ദിവസത്തിൽ രൂപപ്പെടുന്ന ഒരു സ്വഭാവ ഗുണമല്ല. ഇതിന് നമുക്ക് ഒത്തിരി പ്രാക്ടീസ് ആവശ്യമുണ്ട്. എങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന 4 പ്രാക്ടിക്കൽ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമതായി, സംഭാഷണ രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരാളോട് സംസാരിക്കുന്നത് പോലെ പറയാനായി ശ്രമിക്കുക. 2, വിശദാംശങ്ങൾ ചേർക്കാനായിട്ട് ഓർക്കുക. ചെറിയ സംഭവങ്ങൾ, ആചാരങ്ങൾ, ഉപമകൾ എന്നിവ കഥയ്ക്ക് ജീവൻ വെപ്പിക്കും. 3, ദൃശ്യങ്ങൾ ഉപയോഗിക്കുക. ഇമേജറി
മെറ്റഫേഴ്സ് ഇവയെല്ലാം നമ്മളുടെ മനസ്സിൽ പതിയുന്നു. അതുകൊണ്ട് ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം, അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഇമേജറി ഉപയോഗിക്കാമോ അവിടെയെല്ലാം ദൃശ്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നാലാമതായി, ഉച്ചത്തിൽ വായിക്കാനും ഉച്ചത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുവാനും ശ്രമിക്കാം. ഉച്ചത്തിൽ വായിക്കുമ്പോഴോ ഉച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ നമ്മൾ നമ്മുടെ കഥയ്ക്ക് ചേരാത്ത വാക്കുകൾ കണ്ടെത്തുവാനായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ വാക്കുകൾ മാറ്റി അതിന് ആ കഥയ്ക്കും ആ സന്ദർഭത്തിനും അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. അവസാനമായി, കഥ പറയുന്നത് അറിവിനെയും വികാരങ്ങളെയും പ്രവൃത്തിയെയും ഒരുമിച്ച് നെയ്തെടുക്കുന്ന ഒരു നൂലാണ്. അതുകൊണ്ടാണ് കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു നേതാവായാലും അധ്യാപകനായാലും സംരംഭകനായാലും വളരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ കഥയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആധിപത്യം. അതുകൊണ്ട് സത്യസന്ധമായി നിങ്ങളുടെ കഥകൾ പറയൂ, ധൈര്യത്തോടെ പറയൂ, ലക്ഷ്യത്തോടെ പറയൂ. കാരണം കഥകൾ മനസ്സ് മാത്രമല്ല മാറ്റുന്നത്, അത് ജീവിതങ്ങളെ മാറ്റും.